നമസ്കാരം. നമ്മുടെ നാട്ടിൽ അടിക്കടി മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഓരോ ദിവസം പിന്നിടുമ്പോഴും ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വെറുതെ ഒന്ന് തിരഞ്ഞാൽ ഇത്തരം വാർത്തകൾ ഈ സമീപകാലത്ത് എത്ര കണ്ട് വർദ്ധിച്ചു എന്ന് മനസ്സിലാകും. ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നതിൽ അധികവും ചെറുപ്പക്കാരാണ്. അതിൽ തന്നെയും കൂടുതലും ഒരു യുവാവും ഒപ്പം ഒരു യുവതിയും ആയിരിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ പിടിയിലാവുന്ന പെൺകുട്ടികളുടെ കണക്കെടുത്താൽ അതിലേറെയും പഠിക്കുന്ന കുട്ടികളായിരിക്കും. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നാദാപുരം പാറക്കടവ് തിരിക്കോട്ട് ട്രാൻസ്ഫോമറിന് സമീപം പോലീസ് തെരച്ചിൽ നടത്തുകയായിരുന്നു. സമയം ഏതാണ്ട് വൈകുന്നേരം 6:50 ആയിട്ടുണ്ടാവണം. ഒരു മിന്നൽ പരിശോധന എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, എത്ര തന്നെ തിരക്കിലാണ് എങ്കിലും പോലീസിൻ്റെ ഇത്തരം പരിശോധനയുടെ മുമ്പിൽ അവിടെ ചെന്ന് പെട്ടാൽ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ പോരുക എന്നത് സാധ്യമല്ല. അതുവഴി കടന്നുപോയ എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്ക് സഹകരിച്ചു. എന്നാൽ ഒരു കാറിലെത്തിയ യുവാവും ഒപ്പം ഉണ്ടായിരുന്ന യുവതിയും പരിശോധനയ്ക്ക് വഴങ്ങിയില്ല. കോഴിക്കോട് സ്വദേശിയായ മുഹമ്മദ് ഇജാസ് എന്ന 26-കാരനും വയനാട്ടുകാരിയായ അഖില എന്ന 24-കാരിയുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർ ആദ്യം വാഹനത്തിന് പുറത്തിറങ്ങാൻ കൂട്ടാക്കിയില്ല. പിന്നീട് പുറത്തിറങ്ങുകയും തൻ്റെ വാഹനം പരിശോധിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് ഇജാസ് പോലീസിനോട് കയർക്കുകയും ചെയ്തു. പരിശോധിക്കാൻ മുതിർന്ന പോലീസുകാരെ ആക്രമിക്കാൻ തുടങ്ങുന്നത് വരെ എത്തിയപ്പോൾ ഒടുക്കം പോലീസ് ഇജാസിനെയും ഒപ്പമുണ്ടായിരുന്ന അഖിലയും കസ്റ്റഡിയിലെടുക്കുകയും വാഹനം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് നടന്ന വിശദമായ പരിശോധനയിൽ 32 ഗ്രാം MDMA കണ്ടെത്തി. 32 ഗ്രാം എന്ന് കേൾക്കുമ്പോൾ നമ്മിൽ പലർക്കും ചെറുതായി തോന്നുമെങ്കിലും MDMA കച്ചവടത്തിൽ അത് വളരെ വലിയൊരു അളവ് തന്നെയാണ്. ഒരു കച്ചവടത്തിൽ ഒരുപക്ഷെ 1/2 ഗ്രാം പോലും നടക്കണമെന്ന് നിർബന്ധമില്ല. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഇത്രയും അളവ് MDMAയും ഒപ്പം കുറച്ച് മൊബൈൽ ഫോണുകളും കുറച്ച് പൈസയും കൂടെ ഒരു ഇലക്ട്രോണിക് ത്രാസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ സ്വർണ്ണക്കടകളിലൊക്കെ കാണാറുള്ള ഇലക്ട്രോണിക് ത്രാസ് തന്നെ. ഓരോ മൈന്യൂട്ടായിട്ടുള്ള അളവുകളും കൃത്യമായി കാണിക്കുന്ന ത്രാസ്. അതായത് ഈ ഇജാസും അഖിലയും ചേർന്ന് MDMA കച്ചവടം നടത്തി വരികയായിരുന്നു എന്ന് സാരം. ഇനിയും ഇവരുടെ കയ്യിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന 32 ഗ്രാമോളമുള്ള MDMA ബാക്കിയുമുണ്ട്. പോലീസ് ഇവരെ പിടികൂടുന്നതിനിടയിൽ ഇജാസ് പലതവണ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ഭീഷണികൾ മുഴക്കി. പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയ ചില കാഴ്ചകൾ കാണാം. എന്താണെങ്കിലും ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇന്ന് ഇതുപോലെയുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നു. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു യുവാവും ഒപ്പം ഒരു യുവതിയും അടങ്ങുന്ന ഗ്രൂപ്പാണ് ഇത്തരം കേസുകളിൽ കൂടുതലുമുള്ളത് അല്ലെങ്കിൽ അകപ്പെടുന്നത്. ഇങ്ങനെയുള്ള സമാനമായ സാഹചര്യം ഈ നാളുകളിൽ കൂടി വരുന്നു എന്നുള്ളത് പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നു. കൂടുതലും പഠിക്കുന്ന പെൺകുട്ടികളാണ് ഇത്തരം ആളുകളുടെ വലയിലാവുന്നത്. ലഹരി നൽകിയും പണം നൽകിയും ഒക്കെ ഇവരെ ഉപയോഗിക്കുന്നു. ഇങ്ങനെ പിടിയിലാവുന്ന പെൺകുട്ടികളുടെ കാര്യമെടുത്താൽ ഇവരിൽ ഭൂരിഭാഗവും വലിയ സമ്പന്നരുടെ മക്കളുമാവില്ല. ഇങ്ങനെ അവരുടെ സാഹചര്യവും അവസ്ഥയും മുതലെടുത്ത് ലഹരിയും മറ്റും നൽകി അവരെ വരുതിയിലാക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടോ എന്ന് സംശയിച്ചാലും അതിൽ തെറ്റു പറയാനാകില്ല. മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ അത് പിടിക്കപ്പെടുന്നത് പോലെ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ പോലീസിൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതും ഇത്തരം ലഹരികളുടെ മാർക്കറ്റ് കൂട്ടുന്നു. ഇനിയും ഈ വസ്തുതകൾക്ക് നേരെ കണ്ണടച്ചാൽ നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്ന യുവത്വത്തിൻ്റെ ഒരു വലിയ വിഭാഗം ലഹരി കച്ചവടക്കാരും അതിൻ്റെ ഉപഭോക്താക്കളുമായെന്നും വരാം.